മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കോളേജ് പൂട്ടിയതോടെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴും എന്റെ തകർന്ന മനസ്സിനെ എനിക്ക് പിടിച്ചിരുത്താൻ പോലും കഴിഞ്ഞില്ല. അവളവളുടെ പ്രണയത്തിന്റെ ദിനങ്ങളിൽ മതിമറന്ന് നടന്നു. എന്നാൽ ഞാനോ കോളേജ് പൂട്ടി പിന്നെയുള്ള 6 മാസം എവിടെയായിരുന്നെന്ന് അറിയോ നീതി നിനക്ക്? മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുമ്പ് കമ്പിക്കുള്ളിൽ. ഇതൊന്നും അവൾ അറിഞ്ഞില്ല. അവൾക്കപ്പോൾ അവളുടെ പ്രണയം മാത്രമായിരുന്നു എല്ലാം. ചികിത്സയെല്ലാം കഴിഞ്ഞ് അസുഖം ഭേദമായി വീട്ടിലെത്തിയപ്പോഴാണ് അവൾ MBA പഠിക്കാൻ ഡൽഹിയിലേക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞത്. എന്നെ തിരക്കി അവൾ വന്നെന്നും അവളോടൊന്നല്ല ആരുടെ എൻ്റെ വീട്ടുകാരൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ ഏതോ ബന്ധു വീട്ടിലാണെന്ന് മാത്രമേ അവരും പറഞ്ഞുള്ളൂ. എത്രയൊക്കെ അസുഖം ഭേദമായി എന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിലെ കനൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എത്തി ആ വാശിപ്പുറത്ത് ഞാനും MBAക്ക് പഠിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് പിന്നീട് ഞാൻ അവർ രണ്ടുപേരെയും കാണുന്നത്. മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് പഠിത്തം കഴിഞ്ഞ് തിരിക്കുമ്പോൾ രണ്ടിനെയും തമ്മിൽ പിരിക്കണം. അവനെ എൻ്റെ മാത്രമാക്കി മാറ്റണമെന്ന ഒറ്റ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാം മറന്ന പോലെ ഞാൻ പഴയതുപോലെ ഇരുവരോട് ഒരുപാട് കൂട്ടായി. പക്ഷേ ദിവസങ്ങൾ പോകെ പോകെ എൻ്റെ ലക്ഷ്യങ്ങൾക്കപ്പുറം അവരടുക്കാൻ തുടങ്ങി. അടുപ്പം എന്ന് പറഞ്ഞാൽ പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം. പറഞ്ഞു നിർത്തിയതും ജാനകിയുടെ കണ്ണുകളിൽ ഒരുതരം ക്രൂരഭാവം മിന്നിമായുന്നൊരു പേടിയോടെ നോക്കി നീത്തി. അറിയണോ നിനക്ക് പിന്നെന്താ സംഭവിച്ചെന്ന്? വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിധിയുടെ ഇരു ഷോൾഡറിൽ അവർ പിടിമുറുക്കി. ക്രൂരത നിറഞ്ഞ അവരുടെ മിഴികൾ നിധിയിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് മനസ്സ് വീണ്ടും വർഷങ്ങൾ പിറകിലേക്ക് പോയി. MBA 1 വർഷം കഴിയാറായപ്പോഴാണ് രാജൻ അവൻ്റെ അമ്മാവനാരോ കോളേജിൽ നിന്നും ഒരു ദിവസം വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് 2 ദിവസം പിന്നെ അവൻ കോളേജിൽ വന്നിരുന്നില്ല. പിന്നീട് സരസ്വതിയെ വിളിച്ച് അവൻ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവൻ്റെ അമ്മാവൻ US കൊണ്ടുപോകാണെന്ന് അറിഞ്ഞത്. ശരിക്കും ഒന്ന് അവർക്ക് മുമ്പിൽ സങ്കടം കാണിച്ചെങ്കിലും അങ്ങനെയെങ്കിലും അവർ അകന്നോർത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. എന്നാലും പോകുമ്പോൾ ഒരിക്കൽ കൂടെ അവർ വന്നിരുന്നു. കോളേജിൽ വൈകാതെ തിരിച്ചു വരാമെന്ന് അവൻ അവൾക്ക് വാക്കും കൊടുത്തിരുന്നു. ആ വാക്കിൽ പിന്നീടുള്ള അവൻ്റെ ഓർമ്മകളിലും അവൾ ഓരോ ദിവസം തള്ളി നീക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വെച്ച് 1-2 തവണ അവൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന കണ്ടപ്പോൾ അവനെ കാണാത്ത വിഷമമായിരിക്കുന്നു കരുതി ഞാൻ. എന്നാൽ മറ്റെന്തോ അവൾ അലട്ടുന്നുണ്ടെന്ന് തോന്നി എനിക്ക്. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പോകാനിറങ്ങിയതും അവൾ പെട്ടെന്ന് തലറിങ്ങി വീണു. ഞാനും മറ്റു സുഹൃത്തുക്കളും കൂടെ ചേർന്ന് അവളെ വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടുന്ന് പിന്നീട് കേൾക്കുന്നൊക്കെ എന്നെ ചുട്ടുപൊള്ളിക്കും പോലെയായിരുന്നു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. എൻ്റെ ദേഷ്യവും വെറുപ്പും അടക്കി വെച്ച് ഞാൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവിടെ വെച്ച് തന്നെ അത് അബോട്ട് ചെയ്യാൻ. എന്നാൽ എൻ്റെ വാക്കിൽ എനിക്ക് നേരെ ദേഷ്യപ്പെട്ട് അവളോട് നിന്ന് ഇറങ്ങിപ്പോയി. അവൾ ഒരിക്കലും അതിനെ നശിപ്പിക്കില്ലെന്ന്, അവളെ കൊണ്ടുപോകാൻ അവളുടെ രാജേട്ടൻ വരുമെന്ന്. ദിവസങ്ങൾ അങ്ങനെ ഓരോന്ന് കടന്നു പോകാൻ തുടങ്ങി. എന്നെ കൊണ്ട് കഴിയും പോലെ വീണ്ടും ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ അവളോട് പറഞ്ഞു. അവൾ കേട്ടില്ല. 2 മാസം കഴിഞ്ഞ് സ്കാനിങ് ചെയ്യുമ്പോഴാണ് മറ്റൊന്നും കൂടെ അറിയുന്നത്. അവളുടെ വയറ്റിൽ 1 അല്ല 2 ജീവനുണ്ടെന്ന്. എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി തയ്യാറായി ഞാൻ അവൾ പോലും അറിയാതെ അബോർഷൻ ചെയ്യാനുള്ള മരുന്നും കൊണ്ട് ഞാൻ എത്തിയപ്പോൾ അവിടെയും ദൈവം എന്നെ തുണച്ചില്ല. ഇപ്പോഴൊന്നും തിരികെ വരില്ലെന്ന് കരുതി അവൻ അപ്പോഴേക്കും വന്നിരുന്നു അവളുടെ അടുത്തേക്ക്. അവളെ തേടി. കാര്യങ്ങളെല്ലാം അവനറിഞ്ഞോടെ ഹോസ്റ്റലിൽ നിന്ന് അവൻ അവളെയും കൊണ്ടൊരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് താമസം മാറി. ഞാൻ സാക്ഷി നിൽക്കെ അവിടെ വെച്ചൊരു ക്ഷേത്രത്തിൽ വെച്ച് അവളുടെ കഴുത്തിൽ താലിയാർത്തി അവൻ. ഇതൊക്കെ കാണുന്തോറും രണ്ടിനോട് എനിക്ക് അടങ്ങാത്ത പകയായിരുന്നു നിധി, അടങ്ങാത്ത പക. ആരും അറിയാതെ അവൻ അവളെയും കൊണ്ട് അങ്ങ് പോയെങ്കിലും എനിക്കിതൊക്കെ സഹിക്കാൻ കഴിയുമോ? ഒട്ടും പ്രതീക്ഷിക്കാതെ അവന് വേണ്ടി US തന്നെ പോവേണ്ടി വന്നു. എൻ്റെ സ്നേഹത്തിനു മുമ്പിൽ എന്നെ വിശ്വസിച്ച് അവളെ എന്നെ ഏൽപ്പിച്ച് അവൻ തിരികെ പോയത്. പറഞ്ഞിരുത്തിയും ജാനകി നിധിയെ നോക്കി പൊട്ടിച്ചിരിച്ചു. ദേ കണ്ടോ, എൻ്റെ കൈകളിലേക്ക് അവളെ നോക്കാൻ ഏൽപ്പിച്ച് അവൻ പോയത്. അവിടുന്ന് തുടങ്ങി ഞാൻ എൻ്റെ പക വീട്ടാനുള്ള ഓരോ തുടക്കവും. ആദ്യം അവളുടെ വീട്ടുകാർ. മകള് ഡൽഹിയിൽ നിന്ന് MBA പഠിച്ചു വരുന്ന കാത്തിരുന്ന അവളുടെ വീട്ടുകാർക്ക് ഞാൻ ആരും അറിയാതെ ഒരു സന്ദേശം നൽകി. അതറിഞ്ഞ് അവളോട് പോലും പറയാതെ അവിടേക്ക് വന്ന അവര് നിറവയറുമായി നിൽക്കുന്ന സരസ്വതിയെ കണ്ട് ഒന്നാകെ തളർന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വീട്ടുകാരെ മുന്നിൽ കണ്ടപ്പോൾ അവൾക്കതൊരു ചെറിയ ഷോക്കായിരുന്നു. പഠിക്കാൻ വിട്ട മകൾ സ്വന്തം കുടുംബത്തിന് മുമ്പിൽ ഗർഭിണിയായി നിൽക്കുന്ന കാഴ്ച. അവിടെ തളർന്നു വീണതാ അവളുടെ അച്ഛൻ. അതോടെ കുടുംബത്തിന് മുഴുവൻ അവൾ വെറുക്കപ്പെട്ടവളായി. ഇനി അങ്ങനെ ഒരു മകളിൽ എന്ന് പറഞ്ഞ് കുടുംബം അവളെ ഉപേക്ഷിച്ചപ്പോൾ മാസം തികഞ്ഞു നിൽക്കുന്ന അവൾക്ക് അത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. BP കൂടി അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലാക്കേണ്ടി വന്നു. വിവരം അറിഞ്ഞപാടെ അവൻ US നിന്ന് തിരികെ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അവനെന്തെങ്കിലും സമ്മാനം മുന്നിൽ വെച്ച് നീട്ടണ്ടേ ഞാൻ. അതിനുവേണ്ടി ഞാൻ തന്നെ എൻ്റെ ഈ കൈകൾ കൊണ്ടാ അവളെ കൊന്ന്. ദാ കണ്ടോ, എൻ്റെ ഈ കൈ കൊണ്ട്. അവൾ ചത്തതുകൊണ്ട് ആ കുഞ്ഞുങ്ങളും മരിക്കുന്ന എനിക്ക് മുന്നിലേക്ക് നേഴ്സ് വെള്ളട്ടർക്കിൽ പൊതിഞ്ഞ് 2 ജീവനെ കൊണ്ട് നിർത്തിയപ്പോൾ ആ നിമിഷം തന്നെ 2നെയും ഞെരിച്ച് കൊല്ലാൻ എനിക്ക് തോന്നിയത്. എന്നാൽ ആ ചിന്തകളെ മറികടന്ന് എന്നിലേക്ക് വീണ്ടും പ്രതീക്ഷകൾ കടന്നു വന്നു. ഈ കുരുന്നുകളെ മുൻനിർത്തി എനിക്ക് എൻ്റെ രാജേട്ടൻ്റെ സ്വന്തമാവണം. പിന്നീട് എൻ്റെ ഓരോ ചൂട് അതിനുവേണ്ടി മാത്രമായിരുന്നു.
അവൻ തിരിച്ചെത്തി ഞാനൊരുക്കിയ സമ്മാനത്തിന് മുമ്പിൽ അവൻ അലറിക്കരയുന്ന കേട്ടപ്പോ എന്റെ മനസ്സിനെന്ത് കുളിർമയായിരുന്നെന്ന് അറിയോ നിനക്ക് നിധി? അന്ന് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവ അലറിക്കരയുന്ന ആദ്യമായിട്ടായിരുന്നു ഞാൻ കണ്ടത്. ഒട്ടും ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. ഒരാണത്രയും കരയണമെങ്കിൽ അവളുടെ വേർപാട് അവനെ എത്രമേൽ പിടിച്ചൊലച്ച് കാണും. പക്ഷെ അതൊന്നും എൻ്റെ നഷ്ടത്തിന് പകരമായി തോന്നിയില്ല എനിക്ക്. അവളുടെ വേർപാട് ശരിക്കും അവനെ മാനസികമായി തളർത്തിയിരുന്നു. അവസരം മുതലെടുത്ത് തന്നെയാ. നല്ലൊരു കൂട്ടുകാരിയെ പോലെ ഞാൻ അവൻ്റെ കൂടെ നിന്നു. എൻ്റെ സരസ്വതിയുടെ മക്കളെ ഞാൻ ഒരിക്കലും ആരുടെ മുമ്പിൽ അനാഥയായി മാറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ അവന് മുമ്പിൽ അവർക്കൊരു അമ്മയായി സ്നേഹം നടിച്ചു. അവളുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞതും കുഞ്ഞുങ്ങളെ എന്നെ ഏൽപ്പിച്ച് അവൻ വീണ്ടും US പോയി. അപ്പോഴെല്ലാം വിശ്വാസത്തോടെ കുട്ടികളെ ഏൽപ്പിക്കാനുള്ള ഒരു ആശ്രയമായിരുന്നു അവന് ഞാൻ. എൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ എനിക്ക് അവരെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവരെ ഞാൻ ജീവനോടെ ബാക്കി വെച്ചത്. മാസങ്ങൾ ഓരോന്നും കടന്നുപോയി. 1 വർഷം. സരസ്വതിയുടെ മരണം അശോകിൻ്റെയും സരസിൻ്റെയും ജനം ഒരേ ദിവസമായതുകൊണ്ട് അത്ര ആഘോഷമാക്കിയില്ലെങ്കിലും ചെറിയ രീതിയിലൊരു ഫംഗ്ഷൻ ഒരുക്കി. ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. തൻ്റെ പഠിത്തെല്ലാം കഴിഞ്ഞ് അവിടെ ജോലി കിട്ടി മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അവൻ്റെ വരവായിരുന്നത്. മക്കളെ കൊണ്ടുപോകാമെന്നാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഷോക്കായിരുന്നു. അവൻ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം എന്തോ അവരുടെ രൂപത്തിൽ സരസ്വതി വീണ്ടും തനിക്കുമ്പിലേക്ക് വന്ന പോലെ. എങ്കിലും അവസാന പരിശ്രമം എന്ന പോലെ ഞാൻ അവനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചു. മക്കളെ എന്നിൽ നിന്ന് അകറ്റിരുന്ന് അവൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. ഇന്ന് അവരെന്നെ അമ്മായെന്ന് വിളിച്ച് തുടങ്ങി. എനിക്കും അവരെ വേണമെന്ന് വാശി പിടിച്ചു. ഇതുവരെ വിവാഹം പോലും കഴിക്കാത്ത എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയവൻ. ഞാനൊട്ടും വിട്ടുകൊടുത്തില്ല. എൻ്റെ സരസ്വതിയുടെ മക്കൾ അവരെൻ്റെ മക്കളാണെന്ന് ഞാൻ ഉറപ്പോടെ പറഞ്ഞു. ഈ ലോകത്തിനു മുമ്പിൽ ഞാൻ അവർക്ക് അമ്മയായിക്കൊള്ളാമെന്ന് വാക്ക് കൊടുത്തു, ഒരേ ഒരു ഉടമ്പടിയോടെ. കൈലാസത്തിൽ തനിക്ക് എന്തൊക്കെ സ്ഥാനം കിട്ടിയാലും അശോകിൻ്റെയും സരസിൻ്റെയും അമ്മയായി താൻ മാറിയാലും ഒരിക്കലും കൈലാസത്തിലെ രാജവർമ്മയുടെ ഭാര്യ എന്ന അധികാരം തനിക്ക് കിട്ടില്ലെന്ന ഉടമ്പടിയോടെ. നീ കാണുന്ന ഈ താലിയും സിന്ദൂരും അയാൾ എനിക്ക് നൽകിയതല്ല നിധി. അശോകിനും സരസിനും ഞാൻ സരസ്വതി മിത്ര എന്ന അവരുടെ അമ്മയായി മാറുകയായിരുന്നു. ആദ്യമെല്ലാം പതിയെ പതിയെ അവൻ ശരിയായി വന്നോളൂ ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ എൻ്റെ ആ പ്രതീക്ഷയെല്ലാം തെറ്റായിരുന്നു എന്ന് പോകെ പോകെ ഞാൻ മനസ്സിലാക്കി. അവിടുന്ന് മക്കളെയും കൊണ്ട് രാജേട്ടൻ്റെ കൂടെ ആദ്യം കൈലാസത്തിലേക്ക്, പിന്നീട് ഇവിടുത്തെ കോലാഹലങ്ങളെല്ലാം ഒതുങ്ങിയതും മക്കളെയും കൊണ്ട് ഞങ്ങൾ US പോയി. അപ്പോഴെല്ലാം ഒരിക്കലെങ്കിലും എന്നെ അംഗീകരിക്കുന്ന വിശ്വാസമായിരുന്നു എനിക്ക്. അതിനുവേണ്ടി ബെഡ്റൂമിൽ വരെ അവനെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ ഞാൻ വസ്ത്രം ധരിച്ച് നടന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും അവനിലൊരു മാറ്റവും ഇല്ലായിരുന്നു. മക്കളോട് മാത്രമായിട്ടുള്ള സ്നേഹം. എന്നും രാത്രിയും പകലും അവളുടെ ഫോട്ടോയുടെ മുമ്പിൽ മിഴികൾ നിറച്ച് പ്രാർത്ഥിക്കുന്ന അവനെ കാണും തോറും എനിക്ക് ദേഷ്യം നുരഞ്ഞു പൊങ്ങി. അവളെ പോലെ സുന്ദരി തന്നെയാണ് ഞാനും. എന്നിട്ടും എനിക്കില്ലാത്ത എന്താ അവൾക്ക് മാത്രം പ്രത്യേകതയായി? അവളും മക്കളും മാത്രം. പിന്നീട് അങ്ങോട്ട് രാജയുടെ എല്ലാ മക്കളായിരുന്നു. മക്കളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അതിൻ്റെ ഒരു അംശമെങ്കിലും തന്നോട് കാണിച്ചിരുന്നെങ്കിലെന്ന് ആശിച്ചിട്ടുണ്ട് ഞാൻ. ഇന്നും അയാൾക്ക് ഞാനൊരു സുഹൃത്ത് മാത്രമാണ്. ജാനകി ശിവകാമി എന്ന വെറുമൊരു കൂട്ടുകാരി. എൻ്റെ സ്വപ്നം ഒരിക്കലും നടക്കില്ലെന്ന് മനസ്സിലായതും അയാൾ മക്കളോട് കാണിക്കുന്ന സ്നേഹം കാണേ പിന്നീട് അങ്ങോട്ട് എനിക്ക് ആ മക്കളോടും വെറുപ്പായി തുടങ്ങി. വേദനിക്കണം, എല്ലാവരും വേദനിക്കണം. മക്കളെ സ്നേഹം കൊണ്ട് മൂടുന്ന കണ്ടപ്പോൾ എനിക്ക് വാശിയായി. എന്നെ ചതിച്ചതിന് അവരും വേദനിക്കണം. അതിന് കൺമുമ്പിൽ ആ മക്കൾ വേദനയോടെ പെടയുന്ന അയാൾ കാണണം. പിന്നീട് അങ്ങോട്ട് അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഇതാ എൻ്റെ ഈ കൈ കൊണ്ട് സ്നേഹത്തോടെ ഞാൻ ഊട്ടിയ വിഷമായിരുന്നു, കൂട്ടിയ വിഷം. ഒരു പൊട്ടിച്ചിരിയോടെ വല്ലാത്തൊരു ഭാഗത്തോടെ ജാനകി നിധിയുടെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ച് അവളിലേക്ക് മുഖമടുപ്പിച്ചു. പറ, ഇനി നീ പറ, ഞാൻ എങ്ങനെയാ നിധി അമ്മയാവുന്നേ? എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ അവർക്ക് നൽകിയത് സ്നേഹമല്ല നിധി, വിഷമാ, കൊടിയ വിഷം. നിന്റെ അശോകിനെ അങ്ങനെയല്ല ഞാനൊരു ഭ്രാന്തനാക്കിയത്. ഇനി മറ്റൊന്നും കൂടി കേൾക്കേണ്ടേ നിനക്ക്. നീ കരുതും പോലെ നിന്റെ സുഹൃത്ത് കാരണം ഉണ്ടായ ആക്സിഡന്റ് കൊണ്ടല്ല നിധി സരസും മരിച്ചത്. അതിന് പിന്നിലും എൻ്റെ കൈകളാ. നീയെല്ലാം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നിന്റെ ചിന്തയിൽ അയാളെ ചെന്ന് എത്തിച്ചവൻ ഞാൻ തന്നെയാ. രാജവർമ്മ എന്ന മനുഷ്യലേക്ക് നിന്റെ ഊഹങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തു ഈ ഞാൻ തന്നെയാ. ഇനി അവൻ്റെ വിധി അശോക് എന്ന ഭ്രാന്തനായ തൻ്റെ മകൻ്റെ കൈകൊണ്ട് ചാവാനാ. ജീവനോളം സ്നേഹിച്ച സ്വന്തം പപ്പയെ കൊന്ന് അവൻ തിരികെ വരുമ്പോൾ അവനൊരു സമ്മാനം കൊടുക്കണ്ടേ? പറ, കൊടുക്കണ്ടേ നിധി? വേണം. അപ്പോ അത് എന്താണെന്ന് ഞാൻ പറയട്ടെ നിന്നോട്, പറയട്ടെ നിധി. ഒരു മനോനില തെറ്റിയ ആളെപ്പോലെ നിധിയെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി പറഞ്ഞു ജാനകി. അഴിഞ്ഞാടിയ മുടി അവരുടെ മിന്നിമറയുന്ന ഭാവം കാണെ വല്ലാത്തൊരു പേടിയോടെ നിധി ജാനകിയെ ഉറ്റുനോക്കി. നിനക്ക് വേദനിക്കുന്നില്ലേ? ഞാൻ മാറ്റിത്തരാം നിധി. ദേ, കുഞ്ഞിനെ പുറത്തെടുത്താൽ പിന്നെ ഒരു വേദനയും കാണില്ല. എടുക്കട്ടെ ഞാൻ ഈ വയറ് കീറി മുറിച്ച് അതിനെ പുറത്തെടുക്കട്ടെ നിധി. ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു കൈയാൽ അവളുടെ വയറിലൂടെ ഒന്ന് തലോടി ജാനകി. പതിയെ പുറകിലെടുത്ത് വെച്ച കഠാരിയെടുത്ത് അവൾക്ക് മുന്നിലേക്ക് പിടിച്ചു.
വേദനിക്കുന്നുണ്ടോ നിധി? നിനക്ക് വേദനിക്കുന്നുണ്ടോ? പറ, വേദനിക്കുന്നുണ്ടോ? വേണ്ട പ്ലീസ്, എന്റെ കുഞ്ഞ്. അടിവയറിൽ തുളഞ്ഞു കയറുന്ന വേദനയിൽ ഉറക്കെ നിലവിളിച്ച് നിധി. വേദനിച്ച് പിടയുന്നവളെക്കാണ് ഒരു ഉന്മാദിയെ പോലെ ജാനകി പൊട്ടിച്ചിരിച്ചു. പതിയെ കയ്യിലെ കത്തിയെടുത്ത് വല്ലാത്തൊരു ഭാവത്തോടെ അവളോ അയറിന്റെ മുമ്പിലേക്ക് നീട്ടി. കരയണ്ട, ദേ ഇപ്പൊ മാറ്റിത്തരാം എല്ലാ വേദനയും. വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നതോടൊപ്പം കയ്യിലെ കത്തിയുടെ അറ്റ അവിടെ വയറിന് മുകളിൽ പതിയെ തൊട്ട് നിർത്തി. അശോക്! കണ്ണുകൾ ഇറുക്കി അടച്ച് അവൾ ഉറക്കെ അലറി വിളിച്ച്. എന്താ പേടിച്ചോ നിധി? പേടിക്കണം, ഈ ജാനകി ശിവകാമിയെ എല്ലാവരും പേടിക്കണം, പേടിച്ചേ പറ്റൂ. നിന്നോട് എനിക്ക് സഹതാപമുണ്ട് നിധി, പക്ഷേ എന്ത് ചെയ്യാനാ? അവന്റെ പ്രാണനല്ലേ നീ. അപ്പൊ നിനക്ക് വേദനിച്ചാ വേദനിക്കുന്ന ആർക്കാ? അവന് വേദനിച്ചാലോ? പറ, അവന് വേദനിച്ചാലോ? അപ്പൊ എന്റെ രാജേട്ടനും വേദനിക്കും. അപ്പൊ ആദ്യം നോവേണ്ട നിനക്കല്ലേ മിസ്സിസ് നിധി അശോക് ഗുപ്ത. അവൻ തിരികെ വരുമ്പോ നിന്റെ ഈ ഉള്ളിൽ കിടക്കുന്ന നാശത്തിന്റെ ഈ ശവന് മുമ്പിൽ കാണിക്കും ഞാൻ, ദാ ഇതുപോലെ. പറഞ്ഞുകൊണ്ട് അവിടെ വയറിലേക്ക് ആഞ്ഞു കുത്താനൊരുങ്ങിയതും ശക്തിയോടെ തലയിലേറ്റ പ്രയത്നത്തിൽ ജാനകി നിലത്തേക്ക് പതിച്ചു. ഒരു തളർച്ചയോടെ പാതി അടഞ്ഞ മിഴികളോടെ നിധി മുന്നോട്ട് നോക്കിയതും കണ്ടു. ഒരു ഇരുമ്പ് തണ്ട് കയ്യിൽ പിടിച്ച് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിലത്ത് കിടന്ന് പിടയുന്ന ജാനകി ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന അശോകിനെ. അശോക്! ചൊടിയിൽ മുട്ടിയിട്ട് ഒരു ചെറുചിരിയോടെ വിളിച്ചു നിധി. എന്നാൽ ആ നിമിഷം അവളുടെ ശബ്ദം പോലും അവന്റെ കാതിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സും മിഴികളും ഒരുപോലെ നിലത്തിടക്കുന്ന ജാനകിയിലായിരുന്നു. നിലത്ത് കിടന്ന് ചുറ്റുമൊന്ന് മിഴികൾ പായിച്ചു ജാനകി. കണ്ണിൽ ഇരുട്ട് കയറും പോലെ പിൻകഴുത്തിലൂടെ എന്തോ ഒലിച്ചിറങ്ങുന്ന പോലെ തോന്നിയതും പതിയെ ഒന്ന് തൊട്ടു നോക്കി. കൈകളിൽ പുരണ്ട രക്തം കാണെ മിഴികൾ കുറുക്കി പതിയെ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്നവന്റെ കണ്ണിൽ കത്തിച്ചൊലിക്കുന്ന അഗ്നി കാണെ ഒന്ന് ഇടറിക്കൊണ്ട് പുറകോട്ട് നീങ്ങി ജാനകി. മോനെ അശോക്! മുഖത്ത് നിമിഷ നേരം കൊണ്ട് ദയനീയത വരുത്തി വിളിച്ചു അവർ. ഇനി എന്തു പറയാനുണ്ട്? ജാനകി ശിവകാമിക്ക്. വലിഞ്ഞു മുറിയ മുഖത്തോട് അവൻ പറയുന്ന കേൾക്കെ ആദ്യം ഒന്ന് പതിരെങ്കിലും പിന്നീട് അവന്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചു ജാനകി. അപ്പൊ നിനക്കെല്ലാം മനസ്സിലായി അല്ലേ അശോക്? ദേ നോക്ക് അശോക്, നിന്റെ ഭാര്യ, അവൾക്ക് വേദന വന്ന് പെടയ. നീ കൊണ്ടുപോ അശോക്, ഇല്ലേ നിനക്ക് അവളെയും കുഞ്ഞിനെയും നഷ്ടാവും. ദേ നോക്ക്, പാവം വേദന സഹിച്ച് തളർന്നു പോയതാ. കൊണ്ടുപോ അശോക്. അതോ നീ എന്നെ കൊല്ലാൻ നോക്കുവോ? പറ, എന്നെ കൊല്ലുന്നോ അതോ നിന്റെ ഭാര്യയും കുഞ്ഞിനെ രക്ഷിക്കണോ? കണ്ണുകൾ വിടർത്തി ഒരു ഉന്മാദത്തോടെ പറയുന്ന ജാനകിയെ നോക്കിക്കൊണ്ട് അശോക് നിധിയുടെ മുഖത്തേക്കൊന്ന് ഓട്ടമിട്ടു. തളർന്ന അത്രമേൽ അവശയോടെ ഇരിക്കുന്നവളെ കാണെ മിഴികളൊന്ന് ഇറുക്കി അടച്ചു. ശേഷം മിഴികൾ വലിച്ചോർന്ന് ജാനകിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവന്റെ കണ്ണിൽ വിരിയുന്ന ഭാവം കാണെ ഒരു പേടിയോടെ പുറകിലേക്ക് നീങ്ങി ഓടിപ്പോവാനൊരുങ്ങിയതും കയ്യിലെ ഇരുമ്പ് തണ്ടുകൊണ്ട് അവിടെ തലയുടെ നേരെ ആഞ്ഞു വീശി. മുഖത്തേക്ക് തെറിച്ച രക്തത്തിൽ മിഴികൾ പോലും അടക്കാതെ നിലത്തേക്ക് വീണ ജാനകിയെ വല്ലാത്തൊരു ക്രൂരഭാവത്തോടെ നോക്കിക്കൊണ്ട് അവരുടെ തലയിലേക്ക് അവൻ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. ഒരു നിമിഷം പോലും നിങ്ങൾ ഇനി ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല ജാനകി. അവരിലേക്ക് ആഞ്ഞടിക്കുമ്പോഴും അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. മുന്നിൽ കാണുന്ന കാഴ്ചയിൽ നിധിക്ക് തന്റെ തല പെരിക്കും പോലെ തോന്നിപ്പോയി. അശോക്! ഉള്ള ശക്തിയിൽ നിധി പുറകിൽ നിന്ന് വിളിച്ചതും ഒരു കിതപ്പോടെ അശോക് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ നിറഞ്ഞ മിഴികൾ കാണും തോറും വീണ്ടും നുരഞ്ഞേറിയ ദേഷ്യത്തിൽ നിധിയെ നോക്കിക്കൊണ്ട് തന്നെ ചലനമറ്റ ആ ശരീരത്തെ വീണ്ടും പ്രഹരിച്ചുകൊണ്ടിരുന്നു. തലയോട്ടി പൊളിഞ്ഞ് തലച്ചോറ് പുറത്തേക്ക് വരും വിധം എത്തിയതും ഒരു കിതപ്പോടെ അശോക് കയ്യിൽ ഇരുമ്പ് തന്നെ നിലത്തേക്ക് എറിഞ്ഞു. മുഖത്തെ രക്തം കൈകളാൽ തുടച്ചു നീക്കി നിധിയുടെ അടുത്തേക്ക് നടന്നെത്തി. അശോക്! വിതുമ്പി വിളിക്കുന്നവളെ കാണെ അവളുടെ കൈകളുടെ കെട്ടഴിക്കാൻ ഒരുങ്ങിയതും അശോക്! നിലത്തേക്ക് വീണ അശോകിനെ കാണെ നിധി ഉറക്കെ വിളിച്ചു. അശോക്! അവന് നെറ്റിമുറിഞ്ഞ് അതിൽ നിന്ന് രക്തം കിരിഞ്ഞിറങ്ങുന്നുണ്ട്. അശോക് തലയെന്ന് ഉടഞ്ഞ് എണീറ്റ് മുന്നോട്ട് നോക്കി. നീ അവളെ കൊന്നു അല്ലടാ! ഉറഞ്ഞു തുള്ളി മുന്നിൽ നിൽക്കുന്ന ജഗനെ കാണെ പ്രതീക്ഷ പോലെ അയാളെ നോക്കിന്ന് പൂച്ഛിച്ചു. അറിയായിരുന്നു എനിക്ക് താൻ വരുമെന്ന്. സഹോദരിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ജീവിതം ഹോമിച്ചവനല്ലേ താൻ. അശോകിന്റെ വാക്കിൽ ജഗൻ അവനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് അശോകിന്റെ മുന്നിലേക്ക് ചെന്നു. ഓ, അപ്പൊ നീ എല്ലാം അറിഞ്ഞു അല്ലേ? ഇല്ല, എന്റെ ജാനയ്ക്ക് വേണ്ടി അവളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ദേ ഈ നിമിഷം രണ്ടിനെയും കൊന്നുകളും ഞാൻ. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് കാലുയർത്തി അശോകിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.